ഇന്ത്യൻ ടീമിന്റെ വിജയം രാജ്യമെങ്ങും ആഘോഷമാക്കുകയാണ്. ടൂർണമെന്റിന്റെ താരമായ സഞ്ജുവിനും ടീമിനും അഭിനന്ദന പ്രവാഹമാണ്. ഇന്ത്യൻ ടീം താമസിക്കുന്ന അഹമ്മദാബാദിലെ സ്കൈലൈൻ ഹോട്ടലിന് മുന്നിൽ നിന്ന് രുചീഷ് വി രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ ആഘോഷത്തിലാണ് രാജ്യമെങ്ങും. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇന്ത്യൻ ടീം താമസിക്കുന്ന താജ് സ്കൈലൈൻ ഹോട്ടലിന് മുന്നിലാണ്. ഈ ഹോട്ടലിനെ കുറിച്ചും വലിയ തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. കാരണം ഇന്ത്യൻ ടീം എപ്പോഴും അഹമ്മദാബാദിൽ എത്തുമ്പോൾ ITC നർമ്മദയിലായിരുന്നു ഇന്ത്യൻ ടീം താമസിക്കാർ ഉള്ളത്. നേരത്തെ 2 തവണ, അത് 2023 ലോകകപ്പ് ഫൈനലിന് വന്നപ്പോഴും ഈ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വന്നപ്പോഴും ITC നർമ്മദയിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ അന്ന് 2 മത്സരങ്ങളിലും ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങുന്നതാണ് കണ്ടത്. എന്തായാലും ലോജിസ്റ്റിക് ടീമിന്റെ നിർദ്ദേശപ്രകാരം ഈ ഹോട്ടൽ മാറി എന്നാണ് പറഞ്ഞതെങ്കിൽ കൂടി അത് ചില രാശിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ മാറ്റമെന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും സ്കൈലൈൻ ഹോട്ടലിലേക്ക് മാറിയത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇന്ത്യൻ ടീമിന് നൽകിയത്. അവർക്ക് കിരീടം സ്വന്തമാക്കാനായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 കിരീടം നേടുന്ന ആദ്യത്തെ ടീമായി, കിരീടം നിലനിർത്തുന്ന സംഘമായി, സ്വന്തം മണ്ണിൽ കിരീടം നേടുന്ന ടീമായി മാറി. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ കുറിച്ചുകൊണ്ടാണ് ഇന്ത്യ എന്തായാലും കിരീടത്തിലേക്ക് എത്തിയത്. വലിയ ആഘോഷത്തിൽ തന്നെയാണ് രാജ്യമെങ്ങും ഉള്ളത്. ഇവിടെ താരങ്ങളും ഇന്നലെ രാത്രി വിജയത്തിന് ശേഷം വലിയ വിജയാഘോഷം ഹോട്ടലിൽ നടന്നു. ഇനി ഈ ടീം അംഗങ്ങൾ ഒരു വിക്ടറി പരേഡ് എന്തായാലും BCCI തീരുമാനിച്ചിട്ടില്ല. സാധാരണ പുറത്ത് ഒരു രാജ്യത്ത് ലോകകപ്പ് നേടിയതിനു ശേഷം നാട്ടിലെത്തുമ്പോൾ വിക്ടറി പരേഡ് നടത്തുന്ന പതിവുണ്ട്. പക്ഷേ ഇത്തവണ വിക്ടറി പരേഡിനെ കുറിച്ച് യാതൊരു നിർദ്ദേശവും BCCIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ താരങ്ങളെല്ലാം വ്യക്തിപരമായ രീതിയിൽ അവരവരുടെ നാടുകളിലേക്ക് പോകുകയാണ് ചെയ്യുക. ഉടൻ തന്നെ അവരുടെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത സമയം അനുസരിച്ച് ഉള്ള സമയത്ത് താരങ്ങൾ ഹോട്ടലിൽ നിന്ന് മടങ്ങും. എന്തായാലും വലിയ ആഘോഷത്തിൽ തന്നെയാണ് രാജ്യമെങ്ങും ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് സഞ്ജു സാംസൺ ഈ ടൂർണമെന്റിന്റെ താരമായി തന്നെ തിളങ്ങി എന്നതാണ്. സഞ്ജുവും വളരെ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഈ ടൂർണമെന്റിന് എത്തിയത്. പക്ഷേ നമുക്കറിയാം, അതിനു മുൻപ് ഒരുപാട് തിരിച്ചടികൾ നേരിട്ടതിന് ശേഷം സഞ്ജുവിന് ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ച ടൂർണമെന്റ് കൂടിയാണ്. അത് ഏറ്റവും ഭംഗിയായി തന്നെ അവസാനിച്ചു എന്നതാണ്. കാരണം സഞ്ജു ബാറ്റെടുത്തപ്പോഴൊക്കെ മികച്ച സ്കോർ ചെയ്യാനായി എന്നത് മാത്രമല്ല, തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറി നേടി. നിരവധി റെക്കോർഡുകൾ സിക്സറിന്റെ പേരിലും അതോടൊപ്പം ഒരു ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ അടക്കമുള്ള നിരവധി റെക്കോർഡുകൾ സഞ്ജുവിന്റെ പേരിലും ഉണ്ടായി. അങ്ങനെ ഒരു മികച്ച പോരാട്ടം നടത്തി സഞ്ജുവിന് എന്തായാലും ഈ ലോകകപ്പ് മികച്ച രീതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചു. സഞ്ജുവും ഉടൻ നാട്ടിലേക്ക് തിരിക്കും. നാട്ടിൽ സഞ്ജു എത്തുന്ന ദിവസം വലിയ ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരവും കേരളവും ഒന്നാകെ. എന്തായാലും ആ കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മളും ഉള്ളത്.